അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാവുള്ളത്? അപ്പം തങ്ങളെ കവ്വല് തീയിലിടാൻ പറഞ്ഞു, ഒരർത്ഥവുമില്ല. തീയിലിട്ടു. ഇതിനു വേണ്ടി ചേറൊക്കെ ക്ലിയർ ആകാൻ എന്നതുപോലെ ഇത് നബിന്റെ നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള വഴിയാണ് തീയിലിട്ട കത്തുമില്ലേ നോക്കല്. അതിന് അർത്ഥവുമില്ല. നിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല. കിതാബുണ്ടോ? അബൂ നുഐം അബ്ബാദ് ഇബ്നു അബ്ദുൽ സമദ് എന്നവരെ തൊട്ട് സിയാവാദത്തിൽ കടുപ്പപ്പെട്ട സിയാവാദക്കാരനാണ്. ഈ സിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞങ്ങളെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കരിക്കാൻ നിങ്ങൾക്ക് തെളിവ്. നിങ്ങൾ വളവൃന്തലാത്തിന് കൊടുത്ത നാശം ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് നാശം ഇവിടെയുണ്ട്. നിങ്ങൾ ആഖിറത്തിനെ ഭയപ്പെടാനേ അള്ളാഹനെ വിചാരിച്ച് പറയുകയാണ്. സീറത്തുൽ ഹദീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ ഖുസൂസിയാത്ത് എന്നുന്നിടത്ത് വഅന്നഹു ഇദാ വഖഅ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാർ ലാ യഹ്തരിഖു. തങ്ങളെ ഒരു മുടി തീയിലിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. അത് ഫിഖ്ഹിൽ തെളിവാണോ മുസ്ലിയാരെ? തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂലെന്നല്ലുള്ളത്, വീണാ കരിയൂല. തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂലെന്നല്ലുള്ളത്, വീണാ കരിയൂല. വീഴുന്നതിന്റെ മസ്കലയല്ല, വീഴ്ത്തുന്നതിന്റെ മസ്കല. ഈച്ച ചത്തുപോയ ഈച്ച ചായയിൽ വീണാൽ അച്ചായ കുടിക്കാം, വീഴ്ത്തിയാലോ പറ്റൂല. ഇവിടെ ഇതാ വഖഅ ചെയ്യുന്ന ഉള്ളത്, അല്ലാതെ നിങ്ങൾ വീഴ്ത്തിക്കോളൂ എന്നല്ല. സീറത്തുൽ ഹലബി നിങ്ങൾ വായിച്ചത് തെളിവല്ല സുഹൃത്തുക്കളെ. ഇനിയോ മുഅ്ജിസത്ത് കാണിക്കുന്നതിന് വിരോധമല്ല. നാസ്ത്രിപ്പെന്ന് വെച്ചേട്ടെ, നമ്മൾ നോക്കുക ഇയാളെ ക്ലിപ്പ്. പുണ്യനബിന്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ കത്തിച്ചോക്കുന്ന നേർക്കളില്ല. ഈ പുണ്യനബിന്റെ മുടിയാന്ന് ഉറപ്പായി നിൽക്കുക, എന്നാലേ കത്തിച്ചാൽ കത്തൂല. ആ മുഅ്ജിസത്ത് കാണാൻ കത്തിക്കുന്നതിനും വിരോധമില്ല. നല്ല ഫത്വ സുഹൃത്തുക്കളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടു കത്തിയില്ല. അതുകൊണ്ട് നമ്രൂദ് ചെയ്ത കാര്യം സൽക്കർമ്മമാണെന്ന് നാളെ ഫത്വ കൊടുക്കോ മുസ്ലിയാരെ? കത്തിയിട്ടില്ല. കത്താത്തത് കൊണ്ട് കത്തിച്ചത് ശരിയാന്നുള്ളതിന് തെളിവാണോ മുസ്ലിയാരെ? രണ്ടാമത്തെ പറയട്ടെ, അങ്ങനെ കത്തിക്കാനേ ഞാൻ കത്തിപ്പോന്നാ എന്റെ പണി കഴിഞ്ഞല്ലോ. ഇയാൾ പരിഹരിച്ചുകൊണ്ട് പറയുന്നത് ഇനി ഉറപ്പായി വെക്കുക, എന്നാലും തിരിച്ചിട്ടാലേ ആ മനുഷ്യർക്ക് കണ്ടു. അപ്പൊ തിരിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം പോകും. എന്നാ ഈ പണി കഴിഞ്ഞത് ആണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇത് അഫീ മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഇത് മാലിക്കി മദ്ഹബല്ല, 4 മദ്ഹബുമല്ല. തേർത്തി മുസ്ലിയാര് പറഞ്ഞത് എന്തുകൊണ്ട്? ബുഖാരി മറിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് യഹൂദികൾ വിഷം കൊടുത്തു. വിഷം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മഅ്ജിസത്ത് കൊണ്ടത് അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് വിചാരണ ചെയ്യുന്ന യഹൂദികൾ എന്താ പറഞ്ഞത്? നിങ്ങൾ നബിയാണോ എന്ന് പരിശോധിച്ചു നോക്കിയതാണ്, അതിന് കുഴപ്പമില്ല. നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിഷം കൊടുക്കാമെന്ന് പറഞ്ഞത് യഹൂദികളാണ്. അതുപോലെ നബിയുടെ മുടിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കരിക്കാമെന്ന് പറയുന്ന മദ്ഹബ് 4 മദ്ഹബുമല്ല. അള്ളാന്റെ റസൂലിന്റെ മുടി ഞങ്ങൾ കരിക്കാൻ തയ്യാറാവും നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളെപ്പോലത്തെ കപട സ്നേഹമല്ല ഞങ്ങളത്. അള്ളാന്റെ റസൂലിന്റെ മുടി ഞങ്ങൾ കരിക്കാൻ തയ്യാറാവും നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളെപ്പോലത്തെ കപട സ്നേഹമല്ല ഞങ്ങളത്. അത് 3 നാടുമാകുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ചാറ് ഓരോരിടത്ത് തീയിൽ കാണിക്കും.
ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷഅറിൽ നിന്നുണ്ടായ മറ്റ് ഷഅറുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. ആരാ ജൂത മദ്ഹബ് സ്വീകരിച്ചത്? ആരാ ജൂത മദ്ഹബ് സ്വീകരിച്ചത്? ആരാണ് മുനാഫിഖ്? അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ആരാണ് നമ്രൂദിന്റെ ആള്? മുടി കൊഴുത്ത അഹ്മദുൽ ഖസറജി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയുന്ന ഈ മുടി തീയിലിട്ട് പരീക്ഷിക്കുമത്രേ. തീയിൽ വീണാലുള്ള ഹുക്കുമാണോ വീഴ്ത്തല്? മുല്ലാരെ നേരത്തെ പറഞ്ഞല്ലോ, തീയിൽ വീണാലുള്ള ഹുക്കുമല്ല വീഴ്ത്തല്, അത് കപട സ്നേഹമാണ്, മുനാഫിക്കിന്റെ പണിയാണ്.